ഹായ് എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ, നമ്മുടെ PWD ഓവർസിയർ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രീവിയസ്ലി നമ്മുടെ PWD ഓവർസിയർ ഗ്രേഡ് 2 വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനുമായിട്ടാണ് കേട്ടോ. ആദ്യത്തെ 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടു തുടങ്ങിയാലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് ദ കനാൽ ഹാസ് ആക്ച്വലി റൺ ടു ദി നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഇറിഗേഷൻ പീരീഡ്. ആക്ച്വലി ഉള്ള ഇറിഗേഷൻ പീരീഡിൽ എത്ര നമ്പർ ഓഫ് ഡേയ്സ് ആണ് നമ്മുടെ കനാൽ എന്ന് പറയുന്നത് ആക്ച്വലി റൺ ചെയ്തത്, ഇറിഗേഷൻ പീരീഡിൽ എത്ര ദിവസം നമ്മുടെ കനാൽ റൺ ചെയ്തു എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ടൈം ഫാക്ടർ എന്നാണല്ലേ നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. ടൈം ഫാക്ടർ എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ വേറെ 2 ആൾക്കാർ എടുക്കുന്നുണ്ട്, കപ്പാസിറ്റി ഫാക്ടറും അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് ഫാക്ടറും. കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ കനാലിന് ഒരു മാക്സിമം സപ്ലൈ ഉണ്ടാവും. ആ മാക്സിമം സപ്ലൈയിൽ എത്രത്തോളം മീൻ സപ്ലൈ ആണ് ആ കനാലിൽ നടന്നത്, ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? കപ്പാസിറ്റി ഫാക്ടർ. മീൻ സപ്ലൈ ഓഫ് കനാലും അതുപോലെ അതിൻ്റെ മാക്സിമം സപ്ലൈയും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? കപ്പാസിറ്റി ഫാക്ടർ എന്ന് വിളിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് കനാലിൻ്റെ ഔട്ട്ലെറ്റിൽ ഒരു ക്രോപ്പിന് വേണ്ട ഡ്യൂട്ടി ഓഫ് വാട്ടർ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് വിളിക്കാറുള്ളത്. ഡ്യൂട്ടി ഓഫ് വാട്ടർ ഓഫ് എ ക്രോപ്പ് അറ്റ് ദി ഔട്ട്ലെറ്റ് ഓഫ് കനാൽ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ, ടൈം ഫാക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ പ്രോപ്പർട്ടി ഓഫ് liquid by virtue of which liquid undergo a change in volume with the change in pressure. Change in volume with the change in pressure. ഇനി നമ്മൾ എന്താ പറയാറുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ, കംപ്രസിബിലിറ്റി എന്നാണ് പറയുക. ചേഞ്ച് ഇൻ വോളിയം വിത്ത് ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? കംപ്രസിബിലിറ്റി എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക? കംപ്രസിബിലിറ്റി ആണ്. ദെൻ അടുത്ത ചോദ്യം എസ്റ്റിമേഷനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ടു മേക്ക് ഔട്ട് ആൻ എസ്റ്റിമേറ്റ് ഫോർ എ വർക്ക് വിച്ച് ഡാറ്റാസ് ആർ നെസസറി. നമുക്കൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഡാറ്റയാണ് ആവശ്യമായിട്ടുള്ളത്? നമുക്കറിയാം അല്ലേ, മെയിനായിട്ട് നമുക്ക് 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? നമുക്ക് ഡ്രോയിങ് ആവശ്യമായിട്ടുണ്ട്, ഡ്രോയിങ് വേണം, അതുപോലെ സ്പെസിഫിക്കേഷൻസ് ആവശ്യമാണ്, റേറ്റ്സ് ആവശ്യമാണ്. ഇത് 3 ഉണ്ടെങ്കിലാണ് നമുക്കൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് എന്താ വരിക? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം, മാക്സിമം സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ഹാർഡ് റോക്ക് വിത്തൗട്ട് ഡിഫെക്ട്സ് ആൻഡ് ലാമിനേഷൻ. ഒരു ഹാർഡ് റോക്കിൻ്റെ മാക്സിമം സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഇതുപോലെ ഒരു ടേബിൾ കാണാനായിട്ട് സാധിക്കും. ഓരോ ടൈപ്പ് സോയിലും അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റിയും എത്രയാണെന്നുള്ളത്. സോ ഈ ഒരു ടേബിളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിതാ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ഹാർഡ് റോക്കിന് വിത്തൗട്ട് എനി ഡിഫെക്റ്റ് നമ്മൾ പറയുന്ന ബെയറിംഗ് കപ്പാസിറ്റി, സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 330 ആണ്. അതായത് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക എന്താ? 330 ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 330 ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ പല ബ്ലാക്ക് കോട്ടൺ സോയിലിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് റോക്കിന് എത്രയാണെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പല മെറ്റീരിയൽസിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളോട് എക്സാമിന് ചോദിച്ചത് ഹാർഡ് റോക്കിൻ്റെ കാര്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 5ാമത്തെ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ബിൽഡിംഗ് മെറ്റീരിയലിലുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? ദ ലിക്വിഡ് മീഡിയം യൂസ്ഡ് ഇൻ ഓയിൽ പെയിന്റ്. നമ്മളൊരു പെയിന്റിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റിൽ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. ആ ഇൻഗ്രീഡിയൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക?
വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ എന്ന് വിളിക്കാറുള്ളത് അല്ലേ? അപ്പൊ നമുക്കറിയാം നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ഏതാ? നമ്മൾ എപ്പോഴും പഠിക്കുന്ന ആളാണ്, അതാണ് ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ആണ് ലിൻസീഡ് ഓയിൽ. എപ്പോഴും ആ രീതിയിലാണ് ചോദ്യം തരാറുള്ളത്. ഈ രീതി ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി ചോദിച്ചു എന്ന് മാത്രം. ലിൻസീഡ് ഓയിൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇറിഗേഷനിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. ദ വാട്ടർ കണ്ടന്റ് at which the plants can no longer extract sufficient water from the soil for its growth. അപ്പോൾ അതായത് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലാന്റിന് എടുക്കാൻ പറ്റാത്ത വാട്ടർ ഏതാണ് എന്നാണ്. എടുക്കാൻ പറ്റാത്ത ആ വാട്ടർ എന്ന് പറയുന്നത് ഏതാ? എടുക്കാൻ പറ്റാത്തതാണ്. ആ ഒരു ലെവലിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറയാറുള്ളത് അല്ലേ? വിൽട്ടിംഗ് കോഎഫിഷ്യന്റ്. അപ്പം നമുക്കറിയാം നമ്മളൊരു പ്ലാന്റ് എടുക്കുകയാണ്, ഒരു ചെടി എടുക്കുകയാണ്. ഒരു ചെടി എടുത്തിട്ട് നമ്മൾ ആ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ ഡ്രെയിനേജ് ഹോൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഡ്രെയിനേജ് ഹോൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെടിച്ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് വഴി കുറച്ച് വാട്ടർ പോയിട്ടുണ്ടാവും അല്ലേ? ആ ഡ്രെയിനേജ് ഹോളിലൂടെ പോയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കുള്ള ആ വാട്ടറിൻ്റെ ലെവലിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയാറുള്ളത്. അതായത് നമുക്ക് എക്സസ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വാട്ടർ ഒക്കെ റിമൂവ് ആയി പോയതിന് ശേഷമുള്ള വാട്ടറിന്റെ ലെവലിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയാറുള്ളത്. നമുക്കറിയാം ഒരു പ്ലാന്റിന് അതിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? കാപ്പിലറി വാട്ടർ എന്ന് പറയാറുള്ളത്. കാപ്പിലറി വാട്ടർ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു കാപ്പിലറി വാട്ടറിന് ശേഷം നമ്മുടെ പ്ലാന്റിന് എടുക്കാൻ പറ്റാത്ത ആ വാട്ടറിന്റെ ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിൽട്ടിംഗ് കോഎഫിഷ്യന്റ്. വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഇംപെർമിയബിൾ ഫോർമേഷൻ വിച്ച് നെയ്തർ കണ്ടെയ്ൻ വാട്ടർ നോർ ട്രാൻസ്മിറ്റ് എനി വാട്ടർ. അതായത് ഒരു ഫോർമേഷൻ ആണ്, അതിൽ വാട്ടർ ഇല്ല, അതിന് വാട്ടറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റില്ല. വാട്ടർ ഇല്ലതാനും വാട്ടറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റാത്ത ഫോർമേഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? അതിനെയാണ് നമ്മൾ അക്യുഫ്യൂജുകൾ എന്ന് വിളിക്കാറുള്ളത്. അക്യുഫ്യൂജുകൾ എന്ന് വിളിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ കുറച്ച് ആൾക്കാരെ കൂടി ഇതിൻ്റെ കൂടെ പഠിക്കാറുണ്ട് അല്ലേ? ആരൊക്കെയാണ്? നമ്മൾ അക്യുഫെർ പഠിക്കാറുണ്ട്, അതുപോലെ തന്നെ അക്യുക്ലൂഡ് പഠിക്കാറുണ്ട്, ദെൻ അക്യുട്ടാഡ് പഠിക്കാറുണ്ട്. അപ്പൊ എന്താ അക്യുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു അക്യുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടറിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ സ്റ്റോർ ചെയ്തതിൽ നിന്ന് വാട്ടറിനെ നമുക്ക് ഈൽഡ് ചെയ്യാനും പറ്റും. വാട്ടറിനെ സ്റ്റോർ ചെയ്യാനും നമുക്ക് അതിൽ നിന്ന് ഈൽഡ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫോർമേഷൻസിനെയാണ് നമ്മൾ അക്യുഫേഴ്സ് എന്ന് പറയാം. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് സാൻഡ്, ഗ്രേവൽ ഒക്കെ പറയാറുണ്ട്. നമ്മുടെ കിണറിലൊക്കെ അങ്ങനെയാണ് അല്ലേ? വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്, വെള്ളം അവിടുന്ന് നമുക്ക് ഈൽഡ് ചെയ്യാനും സാധിക്കും. അങ്ങനെയുള്ള ഫോർമേഷനുകളെ നമ്മൾ അക്യുഫർ എന്നാണ് വിളിക്കാറുള്ളത്. ഇനി അക്യുക്ലൂഡ് ആണ് അടുത്തത്. അക്യുക്ലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളമുണ്ട്, പക്ഷെ ആ വെള്ളം നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അതിനകത്ത് വെള്ളം ഉണ്ടായിരിക്കും, ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾ ആണ് ക്ലേ എന്ന് പറയുന്നത്. ഒരു അക്യുക്ലൂഡിന് എക്സാമ്പിൾ ആണ് ക്ലേ എന്ന് പറയുന്നത്. എന്നാൽ പാർഷ്യലി പെർമിയബിൾ ആയിട്ടുള്ള ടൈപ്പ് ഫോർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അക്യുട്ടാഡ് എന്ന് വിളിക്കുക. അപ്പം എന്താ പറഞ്ഞത്? അക്യുഫ്യൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം ഇല്ല, അതിന് വെള്ളം നമുക്ക് കിട്ടുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അക്യുഫെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമുണ്ട്, ആ വെള്ളത്തിനെ നമുക്ക് ഈൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അക്യുക്ലൂഡ് എന്ന് പറഞ്ഞാൽ അതിലുള്ള വെള്ളമുണ്ട്, ബട്ട് ആ വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എഗൈൻ എസ്റ്റിമേറ്റിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. എ ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ദി അഡീഷണൽ വർക്ക്സ് ഇൻ അഡീഷൻ ടു ദ ഒറിജിനൽ എസ്റ്റിമേറ്റ്. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനെ പറ്റിയിട്ട് പഠിക്കാറുണ്ട് അല്ലേ? അപ്പം നമ്മളൊരു വർക്ക് ചെയ്യുകയാണ്, അതിൻ്റെ ഇടയിൽ അഡീഷണൽ ആയിട്ട് ഒരു വർക്കും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അഡീഷണലി ഒരു വർക്കും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്.
എ ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ദി അഡീഷണൽ വർക്ക് ഇൻ അഡീഷണൽ ടു ദ ഒറിജിനൽ എസ്റ്റിമേറ്റ്. ഒരു ഒറിജിനൽ എസ്റ്റിമേറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ അഡീഷണൽ ആയിട്ട് ഒരു വർക്കും കൂടി ആഡ് ആവുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റിനെ പറയുന്ന പേരാണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്നുള്ളത്. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്നുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്? അപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ബട്ട് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ എസ്റ്റിമേറ്റിൽ നിന്ന് മാറ്റം വരുമ്പോൾ എന്തുണ്ടാവും? ആ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂവിൽ നിന്ന് ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? എസ്റ്റിമേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത എസ്റ്റിമേറ്റിനെ ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ സാങ്ഷൻഡ് എസ്റ്റിമേറ്റിനേക്കാളും ഒരു 5% വ്യത്യാസം വരുന്ന സമയത്ത് നമുക്കൊരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിനേക്കാളും ഒരു 10% കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിലുള്ള പറഞ്ഞതിനേക്കാളും ഒരു 10% കൂടുതൽ എന്ത് വരികയാണ്? എക്സ്പെൻഡിച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി മെറ്റീരിയൽ ഡീവിയേഷൻ വരികയാണെങ്കിൽ മെറ്റീരിയൽ ഡീവിയേഷൻ ഇപ്പം നമ്മളിപ്പം യൂസ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് തേക്കായിരുന്നു. പക്ഷെ ചില കാരണം കൊണ്ട് എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല, ഞാൻ വേറെ ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചത്. ആ ഒരു സിറ്റുവേഷനിലും എനിക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി എന്താ ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ് പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തു. ആനുവലി ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിനായാലും റോഡിനായാലും എന്തായാലും നമുക്കൊരു റിപ്പയർ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും, ഒരു മെയിൻ്റനൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ റിപ്പയറിങ്, മെയിൻ്റനൻസ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ആനുവൽ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? Poise is the unit of viscosity in insidious system of units. Therefore, 1 poise is equal to ഒരു poise എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 poise എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. 1 poise എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. എഗെയിൻ അടുത്തൊരു ചോദ്യം. ഇതൊക്കെ ഒരുപാട് തവണ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. എസ്റ്റിമേഷനിലെ ഈ ചോദ്യങ്ങളൊക്കെ for work charge establishment provided in the percentage of estimate costs. അപ്പോൾ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റിന് എത്ര പെർസെൻറ്റേജ് കോസ്റ്റ് ആണ് നമ്മൾ എസ്റ്റിമേറ്റിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എത്രയാണ് കൊടുക്കാറുള്ളത്? 1.5 to 2% ആണല്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്? നമ്മളൊരു വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് വർക്കേഴ്സിനെ ടെമ്പററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടി വരും. ചില സൂപ്പർവൈസർമാരാവാം, അല്ലെങ്കിൽ സെക്യൂരിറ്റികളാവാം. അങ്ങനെ കുറച്ച് ടെമ്പററി ആയിട്ടുള്ള വർക്കേഴ്സിനെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സാലറി, വേജസ് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അതിനെല്ലാം കൂടി കണക്കാക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന, ആഡ് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 1.5 to 2% ആണ് കേട്ടോ. 1.5 to 2% ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 11th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11th ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ദ ഫുൾ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഈസ് അച്ചീവ്ഡ് ആഫ്റ്റർ. അപ്പോൾ IS സ്പെസിഫിക്കേഷൻ പ്രകാരം ഒരു കോൺക്രീറ്റ് അതിൻ്റെ ഫുൾ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത് എപ്പോഴാണ്? 28 ഡേയ്സിന് ശേഷമാണെന്നാണ് കേട്ടോ പറയാം. 28 ഡേയ്സിന് ശേഷമാണ് അതിൻ്റെ ഫുൾ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറയുന്നത്. ദെൻ അടുത്തതും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ എക്സ്പാൻഷൻ ഇൻ സിമെന്റ് can be tested by. ഒരു സിമെന്റിലെ എക്സ്പാൻഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുക? സൗണ്ട്നെസ് ടെസ്റ്റ് ആണല്ലേ ചെയ്യുക. സൗണ്ട്നെസ് ടെസ്റ്റ് എന്ത് യൂസ് ചെയ്തിട്ടാണ് സൗണ്ട്നെസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്? ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? സൗണ്ട്നെസ് ടെസ്റ്റ് ഓഫ് സിമെന്റ് ഡിറ്റർമിൻ ചെയ്യാറുള്ളത്. ഓക്കെ, നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്, ഒരു സിമെന്റിലുള്ള അൺകമ്പൈൻഡ് ലൈമിന്റെ പ്രസൻസ് ഡിറ്റർമിൻ ചെയ്യാനാണ് എന്ത് ചെയ്യാറുള്ളത്? സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സിമെന്റിൽ ചെയ്യാറുള്ളത്.
13th ക്വസ്റ്റ്യൻ ലൈമിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഹൈഡ്രോളിക് ലൈം ജനറേറ്റ് ഡാഷ് ഹീറ്റ് ആസ് കമ്പയർഡ് ടു ഫാറ്റ് ലൈം. ഫാറ്റ് ലൈമിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത് കുറവ് ഹീറ്റ് മാത്രമാണ് ലിബറേറ്റ് ചെയ്യുള്ളൂ. വളരെ കുറവ് ഹീറ്റ് മാത്രമേ ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത് ലിബറേറ്റ് ചെയ്യുള്ളൂ. ഫാറ്റ് ലൈം എന്ന് പറയുന്നത് എന്താ, വളരെ പ്യുവർ ഫോമിലുള്ള ലൈമാണ് ഫാറ്റ് ലൈം. സോ ഈ ഒരു ഫാറ്റ് ലൈമിനെ നമ്മൾ സ്ലേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹീറ്റ് അത് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. സോ കമ്പയർ ടു ഹൈഡ്രോളിക് ലൈമിനെ വെച്ച് നോക്കുമ്പോൾ ഫാറ്റ് ലൈം ആണ് കൂടുതൽ ഹീറ്റ് ലിബറേഷൻ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. The unit of measurement of bending and binding of steel reinforcement in MKS system. The unit of measurement ആണ് ചോദിച്ചിട്ടുള്ളത് സ്റ്റീൽ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. എത്രയുള്ള നമ്മൾ ഏത് യൂണിറ്റിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? സ്റ്റീലൊക്കെ ക്വിൻ്റൽസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഓക്കെ, MKS സിസ്റ്റം പ്രകാരം നമ്മൾ എങ്ങനെയാണ്? ക്വിൻ്റൽസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെൻസിറ്റി ഓഫ് മൈൽഡ് സ്റ്റീൽ ആണ്. ഒരുപാട് തവണ എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഡെൻസിറ്റി ഓഫ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് എത്രയാണ്? 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് ബ്രിഡ്ജ് ഓഫ് 3 span 50 meter each span at 30,000 per running meter of span. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് വരിക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 3 സ്പാൻ ആണുള്ളത്. ഓരോ സ്പാനിനും 50 മീറ്റർ ആണ് പറയുന്നത്. 50 മീറ്ററിന് എത്ര വെച്ചിട്ടാണ്? 30,000 വെച്ചിട്ടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആൻസർ വരിക? 3 എണ്ണം 50 മീറ്റർ വെച്ചിട്ട് എത്ര രൂപ? 30,000 rupees. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 × 50 × 30,000 ആണ്. സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ചോദിച്ചിട്ടുള്ളത്, കൂടുതലായിട്ടൊന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a straight bar, the length of one hook may be taken as. ഒരു സ്ട്രെയിറ്റ് ബാറിൻ്റെ കേസിൽ ഒരു 1 ഹുക്കിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 1 ഹുക്കിൻ്റെ ലെങ്ത് എത്രയാണ്? 1 ഹുക്കിൻ്റെ ലെങ്ത് നമ്മൾ പറയാം 9D ആണ്. 9D ആണ് പറയാറുള്ളത്. ഇനി നമ്മളോട് ടോട്ടൽ ലെങ്ത് ഓഫ് എ ബാർ ചോദിച്ചാലാണ് നമ്മൾ എന്തെടുക്കുക? L + 18D. ടോട്ടൽ ലെങ്ത് ഓഫ് എ ബാർ. ടോട്ടൽ ലെങ്ത് ഓഫ് എ ബാർ എന്ന് പറയുന്നതാണ് L + 18D എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ലൂസ് സോയിൽ റാങ്കൈൻസ് ഫോർമുല ഈസ് D = P/W 1 - sin phi / 1 + sin phi (2). അങ്ങനെയാണെങ്കിൽ P എന്താ? ഇവിടെ P എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. P എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം റാങ്കൈൻസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാൾ പോയിട്ട് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഓപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അതല്ല ചോദിച്ചിട്ടുള്ളത്, P എന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ P എന്ന് പറയുന്നത് എന്താണ്? ലോഡ് ഓൺ സോയിൽ ഇൻ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. സോയിൽ, ആ ലോഡിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? P ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം. ദ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ഹൈഡ്രോളിസിസ് ഓഫ് സിമെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ്. ഹൈഡ്രേഷനും ഹൈഡ്രോളിസിസും ഇവയിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഫൈൻനെസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. എങ്ങനെയാണ്? നമ്മുടെ സിമെന്റ് എത്രത്തോളം ഫൈൻ ആകുന്നോ അത്രത്തോളം അതിൻ്റെ സർഫസ് ഏരിയ കൂടുകയാണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ ഹൈഡ്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. സോ ഹൈഡ്രേഷൻ കൂടുമ്പോൾ എന്താ? സ്ട്രെങ്ത് പെട്ടെന്ന് അച്ചീവ് ചെയ്യും. ഫാസ്റ്റർ ആയിട്ട് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനസ് കൂടുന്ന സമയത്ത് എന്തുണ്ട്? എത്രത്തോളം സിമെന്റ് ഫൈനസ് ആവുന്നു അത്രത്തോളം എന്ത് സംഭവിക്കും? സർഫസ് ഏരിയ കൂടും. അത്രത്തോളം എന്തുണ്ടാവും? ഹൈഡ്രേഷൻ ഫാസ്റ്റർ ആയിട്ട് നടക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫൈനസ് ആണ്. ദെൻ 20ാമത്തെ ചോദ്യം. The lower end of a hip rafter is generally supported on a diagonal piece of wood which is laid across the corner of wall. The diagonal piece is known as. അപ്പോൾ നമ്മൾ
ഒരു റൂഫ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ 4 കോർണറിലായിട്ട് നമ്മളൊരു ഡയഗണൽ മെമ്പറിനെ വെച്ച് കൊടുക്കാറുണ്ട് അല്ലേ. ആ ഡയഗണൽ മെമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? നമ്മൾ ഡ്രാഗൺ ബീം എന്ന് വിളിക്കാറുണ്ട്, ഡ്രാഗൺ ടൈ എന്ന് വിളിക്കാറുണ്ട്, ആംഗിൾ ടൈ എന്ന് വിളിക്കാറുണ്ട്. ഡ്രാഗൺ ബീം, ഡ്രാഗൺ ടൈ, ആംഗിൾ ടൈ 3 പേരും അതിനുണ്ട്. സോ ആൻസർ ആയിട്ട് വരിക എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. അടുത്തത് ബ്രിക്ക് മേസൺറി എന്നുള്ളൊരു ചോദ്യമാണ്. വോൾ തിക്നെസ് ഓഫ് ഗാർഡൻ വോൾ ബോണ്ട്. ഗാർഡൻ വോൾ ബോണ്ടിന്റെ വോൾ തിക്നെസ് എത്രയാണെന്നുള്ളതാണ്. 20 സെന്റിമീറ്റർ തിക്നെസ്സിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ഗാർഡൻ വോൾ ബോണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഗാർഡൻ വോൾ ബോണ്ട് എന്ന് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ ഹൈറ്റ് 2 മീറ്റർ ഹൈറ്റ് വരെയാണ് നമ്മൾ ഗാർഡൻ വോൾ ബോണ്ട് കൺസ്ട്രക്ട് ചെയ്യാറുള്ളത് കേട്ടോ. 2 മീറ്റർ ഹൈറ്റ് വരെയാണ് ഗാർഡൻ വോൾ ബോണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാറുള്ളത്. ദെൻ അടുത്ത ചോദ്യം, in a vertical shore arranged in horizontal member and vertical member, these are. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഷോറിങ് ചെയ്യണം. അതായത് ഇപ്പോൾ എപ്പോഴാണ് വെർട്ടിക്കൽ ഷോറിങ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുള്ളത്? ഇപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൽ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങിൽ എന്തെങ്കിലും ക്രാക്ക് വന്നു, അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിങ്, ആ വോളിൽ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങിലെ വോളിൽ ക്രാക്ക് വന്നു. അപ്പോൾ എനിക്ക് ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള വോളിനെ റീപ്ലേസ് ചെയ്ത് പുതിയ വോൾ കൊടുക്കണം, അല്ലെങ്കിൽ വോൾ ഇരിക്കുന്ന സ്ഥലം മാറ്റിയിട്ട് എനിക്ക് അവിടെ ഇപ്പോൾ ഒരു വിൻഡോ വെക്കണം, അല്ലെങ്കിൽ ഡോർ വെക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ഓപ്റ്റ് ചെയ്യാറുണ്ട്? വെർട്ടിക്കൽ ഷോറിങ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഷോറിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെമ്പറുകളെ നമ്മൾ നീഡിൽ എന്നാണ് വിളിക്കാറുള്ളത്. വെർട്ടിക്കൽ മെമ്പറുകളെ നമ്മൾ എന്ത് വിളിക്കും? വെർട്ടിക്കൽ മെമ്പറുകളെ നമ്മൾ വിളിക്കുന്നത് ഡെഡ് ഷോർ എന്നാണ്. ഡെഡ് ഷോർ എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മളിത് ചെയ്യാറുള്ളത്? ഇപ്പോൾ ഇതാ ഇവിടെയാണ് എൻ്റെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉള്ളത്. എനിക്കിതാ ഇത്രയും പോർഷനിലുള്ള വോളിനെ മാറ്റിയിട്ട് എനിക്ക് അവിടെ ഒരു ഓപ്പണിംഗ് കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആദ്യം ഞാൻ എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ മെമ്പർ ആയിട്ടുള്ള ഈ ഒരു നീഡിലിനെ ഇൻസേർട്ട് ചെയ്യും. നീഡിലിനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ നീഡിലിൻ്റെ 2 സപ്പോർട്ടും ഞാൻ വെർട്ടിക്കൽ മെമ്പർ ആയിട്ടുള്ള ഡെഡ് ഷോർ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഡെഡ് ഷോർ വെച്ച് സപ്പോർട്ട് ചെയ്ത് ഇനി എന്തായി? ഈ ടോപ്പിലുള്ള ഈ ലോഡുകളെല്ലാം ആരെടുത്തോളും? ഈ നീഡിൽ എടുത്തോളും. അപ്പോൾ എനിക്ക് ഇവിടുത്തെ വോളിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് വെർട്ടിക്കൽ ഷോർ നമ്മൾ ചെയ്യാറുള്ളത്. വെർട്ടിക്കൽ ഷോറിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കാറുണ്ട് അല്ലേ, ഡെഡ് ഷോറിംഗ് എന്ന് കൂടി വിളിക്കാറുണ്ട്. ഡെഡ് ഷോറിംഗ് എന്ന് കൂടി വിളിക്കാറുണ്ട്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ടെസ്റ്റ് ഈസ് പെർഫോംഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് സോല്യൂബിൾ മാറ്റർ ഇൻ സ്റ്റോൺ. ഒരു സ്റ്റോണിലുള്ള സോല്യൂബിൾ മാറ്ററിന്റെ പ്രസൻസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? യെസ്, സ്മിത്ത് ടെസ്റ്റ് ആണല്ലേ. ഇത് കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. സ്മിത്ത് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ടെസ്റ്റോ? ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയാണ് ചെയ്യണേ? ഡ്യൂറബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ചെയ്യാറുള്ളത്. അട്രീഷൻ ടെസ്റ്റ് എന്തിനാ? റേറ്റ് ഓഫ് വിയർ കണ്ടുപിടിക്കാൻ. നമ്മൾ പറയും ഒരു നല്ല ബിൽഡിംഗ് സ്റ്റോണ് 3% കൂടുതൽ വിയർ ചെയ്ത് പോകാൻ പാടില്ല. ഇനി ആസിഡ് ടെസ്റ്റ് എന്തിനാ ചെയ്യണത്? ആസിഡ് ടെസ്റ്റ് നമുക്ക് കാൽഷ്യം കാർബണേറ്റിന്റെ എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ, ഒരു സ്റ്റോണിൽ എത്രത്തോളം കാൽഷ്യം കാർബണേറ്റ് ഉണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ആസിഡ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ BML നിന്നുള്ള ചോദ്യം തന്നെയാണ്. ദ ടൈൽസ് ആർ ബേൺഡ് ഇൻ എ ടിപ്പിക്കൽ കിൻ. ടൈൽസിനെ ബേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കിണ്ണിനെയാണ് എന്ത് പറയാ? സിയാൽക്കോട്ട് കിണ്ണെന്ന് പറയാം. ടൈൽസിനെ ബേൺ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്? സിയാൽക്കോട്ട് കിണ്ണിനെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുപ്പോള ഫർണസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യാറുള്ളത്? കാസ്റ്റ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ അല്ലേ? കാസ്റ്റ് ചെയ്യേണ്ട മാനുഫാക്ചറിനാണ്. ഹോഫ്മാൻ സ്കിന്നും അതുപോലെ ക്ലാമ്പൊക്കെ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ബ്രിക്കിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ബ്രിക്കിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ പീസോമീറ്റർ ഈസ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് മാനോമീറ്റർ യൂസ്ഡ് ഫോർ മെഷറിംഗ്. ഒരു പീസോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേ? നമ്മൾ മാനോമീറ്റേഴ്സിനെ പൊതുവെ പറയാറുണ്ട് അല്ലേ? സിമ്പിൾ മാനോമീറ്ററും ഉണ്ട്, ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഉണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ മാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിലത്തെ പ്രഷർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്? ഒരു സിമ്പിൾ മാനോമീറ്റർ യൂസ് ചെയ്യാറുള്ളത്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഒരു പീസോമീറ്റർ എന്ന് പറയുന്നത്. സോ ഈ ഒരു പീസോമീറ്റർ കൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ലിക്വിഡിന്റെ
മോഡറേറ്റ് പ്രഷർ മാത്രമേ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മോഡറേറ്റ് പ്രഷർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പീസോമീറ്റർ യൂസ് ചെയ്യുക. അവിടെ ഗ്യാസ് പ്രഷറോ വാക്വം പ്രഷറോ ഹൈ പ്രഷറോ ഒന്നും തന്നെ നമുക്ക് എന്തിൽ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു പീസോമീറ്ററിന്റെ കേസിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു സർഫസ് ടെൻഷൻ ഫോഴ്സ്. ഇനേർഷ്യ ഫോഴ്സും സർഫസ് ടെൻഷൻ ഫോഴ്സും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെബേഴ്സ് നമ്പർ എന്ന് വിളിക്കുക കേട്ടോ. വെബേഴ്സ് നമ്പർ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ റയനോൾസ് നമ്പർ എന്താ? റയനോൾസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സും വിസ്കസ് ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇനേർഷ്യ ഫോഴ്സും വിസ്കസ് ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട്സ് നമ്പർ എന്ന് പറയുന്നത് ഇനേർഷ്യ ഫോഴ്സും ഗ്രാവിറ്റി ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഇനേർഷ്യ ഫോഴ്സും ഗ്രാവിറ്റി ഫോഴ്സും തമ്മിലുള്ളത്. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സും അതുപോലെ തന്നെ സർഫസ് ടെൻഷനും ആകുമ്പോൾ നമ്മൾ അതിനെ വെബേഴ്സ് നമ്പർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു IS കോഡിൽ നിന്നുള്ള ചോദ്യമാണ്. ദ കോൺക്രീറ്റ് ആസ് പെർ BIS 456 ഈസ് ഡെസിഗ്നേറ്റഡ് ഇൻ ഡാഷ് ഗ്രേഡ്സ് നെയിംലി M15, M20 എക്സെട്ര. അപ്പോൾ IS 456 1978 പ്രകാരം എത്ര നമ്പർ ഓഫ് ഗ്രേഡ്സ് ആണ് ഉള്ളത് എന്നാണ്. 7 നമ്പർ ഓഫ് ഗ്രേഡ്സ് ആണ് നമ്മൾ പറയാറുള്ളത്. M10, 15, 20, 25, 30, 35, 40 അങ്ങനെ 7 ഗ്രേഡ് ആണ് നമ്മൾ സിമെന്റിന് പറയാറുള്ളത്, കോൺക്രീറ്റിനെ പറയാറുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എനി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു റെഗുലേറ്റ് ദ ഡിസ്ചാർജ് ഫുൾ സപ്ലൈ ലെവൽ ഓർ വെലോസിറ്റി ഇൻ എ കനാൽ. ഓക്കെ, എ സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു റെഗുലേറ്റ് ദ ഡിസ്ചാർജ് ഫുൾ സപ്ലൈ ലെവൽ ഓർ വെലോസിറ്റി ഇൻ എ കനാൽ. ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിന് എന്താ പറയുക? റെഗുലേഷൻ വർക്ക് എന്നാണ് പറയുന്നത്. അതായത് വെലോസിറ്റിനെയും ഡിസ്ചാർജിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? റെഗുലേഷൻ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ എനർജി ഓഫ് എ ലിക്വിഡ് പാർട്ടിക്കിൾ ഇൻ മോഷൻ. ഓക്കെ, ഒരു മോഷനിലുള്ള ഒരു ലിക്വിഡ് പാർട്ടിക്കിളിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മായിരിക്കും? പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മായിരിക്കും ഈ പറയുന്ന ടോട്ടൽ എനർജി ഓഫ് എ ലിക്വിഡ് പാർട്ടിക്കിൾ ഇൻ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ആൻ എക്സ്റ്റേണൽ മൗത്ത് പീസ്. ഒരു എക്സ്റ്റേണൽ മൗത്ത് പീസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 0.855 ആണ് വാല്യൂ ആയിട്ട് വരുന്നത് കേട്ടോ. ആൻസർ ആയിട്ട് വരുന്നത് എക്സ്റ്റേണൽ മൗത്ത് പീസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ വാല്യൂ. ഓക്കെ, അടുത്ത ചോദ്യം, എനി ഹൈഡ്രോളിക് സ്ട്രക്ചർ വിച്ച് സപ്ലൈസ് വാട്ടർ ടു ദി ഓഫ് ടേക്കിംഗ് കനാൽ. ഓഫ് ടേക്കിംഗ് കനാലിലേക്ക് വാട്ടറിനെ സപ്ലൈ ചെയ്യുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചർ ഏതാണെന്നുള്ളതാണ്. പൊതുവെ ഹെഡ് വർക്കുകൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേ? കനാലിലേക്ക് വാട്ടറിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാണ് ഹെഡ് വർക്കുകൾ എന്ന് പറയുന്നത് അല്ലേ. ഈ ഹെഡ് വർക്കുകൾ തന്നെ നമ്മൾ പറയാറുണ്ട്. സ്റ്റോറേജ് ഹെഡ് വർക്കുകൾ ഉണ്ട്, ഡൈവേർഷൻ ഹെഡ് വർക്കുകൾ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇവിടെ അപ്പം ആൻസർ ആയിട്ട് എന്ത് നമുക്ക് കൊടുക്കാം? ഹെഡ് വർക്കുകൾ. പൊതുവെ ഹെഡ് വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ടറിനെ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡ് വർക്ക് ആയിട്ട് പറയാറുള്ളത്. അടുത്ത ചോദ്യം, എ ഹൈഡ്രോളിക് സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ടു സ്റ്റോർ വാട്ടർ ഓൺ ഇറ്റ്സ് അപ്സ്ട്രീം സൈഡിൽ വാട്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് സ്ട്രക്ചറുകളാണ് ഡാമുകൾ എന്ന് പറയുന്നത്, ഡാംസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 33, ദ എഫിഷ്യൻസി ഓഫ് പവർ ട്രാൻസ്മിഷൻ ത്രൂ എ പൈപ്പ് ഈസ്. അതായത് അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പൈപ്പിന്റെ എഫിഷ്യൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആൻസർ ആയിട്ട് എന്താ വരിക? അപ്പം നമുക്ക്
ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് H മൈനസ് HF/H ആണ്. ഇവർ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. H സ്പെസിഫിക് വെയിറ്റ് ആണ്, HF എന്ന് പറയുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയണം എന്താണ് ഒരു എഫിഷ്യൻസി ഓഫ് പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ അവൈലബിൾ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് പൈപ്പ്. ഒരു പൈപ്പിൻ്റെ ഔട്ട്ലെറ്റിലുള്ള പവർ, അതുപോലെ തന്നെ പവർ സപ്ലൈഡ് അറ്റ് ദി ഇൻലെറ്റ് ഓഫ് ദ പൈപ്പ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എഫിഷ്യൻസി ആയിട്ട് പറയാം. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ ഔട്ട്ലെറ്റിലുള്ള പവറും ഇൻലെറ്റിലുള്ള പവറും, ഇൻലെറ്റിൽ സപ്ലൈ ചെയ്ത പവറും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയാറുള്ളത് കേട്ടോ. സോ ഇവിടെ H മൈനസ് HF/H ആണ് ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ എ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 34th ക്വസ്റ്റ്യൻ ആണ്. The total cost of construction including all expenditure incurred from the beginning up to the end of completion workers known as. നമുക്കറിയാം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എൻഡിങ് വരെ നമുക്ക് എത്രത്തോളം പൈസ നമുക്ക് ചിലവായി, ആ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ. Then അടുത്ത ക്വസ്റ്റ്യൻ, എ സ്വിംഗ് ഡോർ ഈസ് പ്രൊവൈഡഡ് വിത്ത് സ്പെഷ്യൽ ഹിഞ്ചസ് നോൺ ആസ്. ഒരു സ്വിംഗ് ഡോറിന്റെ പ്രത്യേകത എന്താ? നമുക്ക് രണ്ട് സൈഡിലേക്കും തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ഡോറുകളാണ് സ്വിംഗ് ഡോറുകൾ. നമ്മൾ സ്കൂളിൽ ഹെഡ് മാസ്റ്ററിന്റെ റൂമുകളുടെ പുറത്ത്, പോലീസ് സ്റ്റേഷനുകളിലൊക്കെ നമ്മളിത് കാണാറുണ്ട്. സിനിമയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു സ്വിംഗ് ഡോർ ഈ രണ്ട് സൈഡിലേക്കും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന അതിലൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹിഞ്ച് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ആ ഹിഞ്ചിനെ നമ്മൾ ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ച് എന്നാണ് പറയാം. ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ച് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തൊരു ചോദ്യം, ദ മേജർ പ്രോബ്ലം ഓഫ് അപ്പർ ഫ്ലോർ. ഒരു അപ്പർ ഫ്ലോറിൽ ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? സോ ഇവിടെ ആൻസർ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി, ദാറ്റ് ഈസ് ബോത്ത് എ ആൻഡ് ബി ആണ്. എന്തുകൊണ്ടാണ് സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും ഒരു മെയിൻ പ്രോബ്ലം ആയിട്ട് വരാനുള്ള കാരണം അപ്പർ ഫ്ലോറിൽ? അതായത് നമ്മളൊരു ലോവർ ഫ്ലോർ വെച്ച് നോക്കുമ്പോൾ ഒരു ലോവർ ഫ്ലോർ എപ്പോഴും അതൊരു സോളിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷന്റെ മേലെയാണ് റെസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ബട്ട് അപ്പർ ഫ്ലോർ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്കിലാണ് അപ്പർ ഫ്ലോർ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ സ്ട്രെങ്ത്തിനെയും സ്റ്റെബിലിറ്റിനെയും ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 37th question. In public building, the stair should be located near. പബ്ലിക് ബിൽഡിങ്ങുകളിൽ നമ്മൾ എവിടെയാണ് സ്റ്റെയർ കൊടുക്കാറുള്ളത്? പൊതുവേ നമ്മൾ ഒരറ്റത്തും കൊണ്ട് വെക്കില്ല. എവിടെയാണ് വെക്കുക? എൻട്രൻസിൽ തന്നെ. കയറി ചെല്ലുമ്പോൾ എല്ലാവർക്കും കാണാനും പോവാനും പറ്റണം അല്ലേ? എൻട്രൻസിലാണ് നമ്മൾ പബ്ലിക് ബിൽഡിങ്ങിൽ എന്ത് കൊടുക്കാറുള്ളത്? നമ്മൾ സ്റ്റെയർ കൊടുക്കാറുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ടെമ്പറിംഗ് is properly carried out, the good brick earth can be rolled without breaking in small thread of dash diameter. എത്രയാ? 3 mm. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഒരു ബ്രിക്ക് മാനുഫാക്ചറിങ്ങിൽ ക്ലേ പ്രിപ്പയർ ചെയ്യുന്നതിൽ ലാസ്റ്റ് സ്റ്റേജ് ആണ് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. ആ ടെമ്പറിംഗ് ചെയ്തത് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലേനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൗൾഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നീഡിങ്ങോ അല്ലെങ്കിൽ പഗ്ഗിങ്ങോ യൂസ് ചെയ്ത് നല്ലതുപോലെ ടെമ്പർ ചെയ്തെടുത്ത ക്ലേ ഓക്കെ ആയോ, മൗൾഡിങ്ങിന് ഫിറ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലേനെ കയ്യിലെടുത്തിട്ട് നമ്മൾ 3 mm ഡയാമീറ്റർ ആയിട്ടുള്ള ത്രെഡ് ഉണ്ടാക്കി നോക്കും. വിത്തൗട്ട് ബ്രേക്കിംഗ് എനിക്ക് ആ ഒരു ത്രെഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് പറയാം ഈ ക്ലേ എന്ന് പറയുന്നത് ഇപ്പോൾ മൗൾഡിങ്ങിന് ഫിറ്റ് ആയിട്ടുണ്ട്, ടെമ്പറിങ് ചെയ്തത് ഓക്കെ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the determination of rate per unit of particular item of work from the cost of quantities of material, the cost of labors and other miscellaneous petty expenses required for its completion is known as. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് പറയാം. അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പം അതായത് നമുക്ക് ഒരു ഐറ്റം ഓഫ് വർക്കിന് ഇറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് rate per unit of particular item of work. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അനാലിസിസ് ഓഫ് റേറ്റ് എന്ന്
പറയാറുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, the painting up to 15 centimeter in width or girth not in conjunction with the similar work shall be measured in. എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഇത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. മീറ്റേഴ്സിലാണ് നമ്മളിത് മെഷർ ചെയ്യുക കേട്ടോ. മീറ്റേഴ്സിലാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. ദെൻ അടുത്ത ചോദ്യം, ദ കോഎഫിഷ്യന്റ് ഓർ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഓഫ് ഫുള്ളി ഗ്ലേസ്ഡ് ഓർ ഗേജ്ഡ് ഡോർ. ഒരു ഫുള്ളി ഗ്ലേസ്ഡ് അല്ലെങ്കിൽ ഗേജ്ഡ് ഡോറിൻ്റെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് പറയാം, ഒരു സൈഡിൽ 0.54 ഈച്ച് സൈഡാണ് നമ്മൾ പറയാറുള്ളത് കേട്ടോ. മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഫോർ ഫുള്ളി ഗ്ലേസ്ഡ് ഡോർ, ഗേജ്ഡ് ഡോറിൻ്റെ കേസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 42 ആണ് ക്വസ്റ്റ്യൻ നമ്പർ. In which type of cross drainage work the canal water and the drainage water are permitted to intermingle with each other? പരസ്പരം ഇന്റർമിങ്കിൾ ചെയ്തു പോകുന്നത് ഏത് ലെവലിലാണ്? ഒരേ ലെവലിലാവുമ്പോൾ അല്ലെ, ലെവൽ ക്രോസിംഗിലാണ് ഇത് പരസ്പരം ഇന്റർമിങ്കിൾ ചെയ്ത് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which should give a ക്ലിയർ പിക്ചർ ഓർ ഐഡിയ ഓഫ് ഹോൾ പ്രൊജക്റ്റ് ഓർ വർക്ക്. ഞാനൊരു ഫുൾ പ്രോജക്റ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ ഐഡിയയും മൊത്തം ഐഡിയ കിട്ടാനായിട്ട് ഞാൻ എന്താ എടുക്കണ്ടേ? റിപ്പോർട്ട് എടുത്താൽ പോരെ? ഒരു റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഫുൾ ഐഡിയ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ റിപ്പോർട്ടാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കാർപ്പറ്റ് ഏരിയ ഓഫ് ആൻ ഓഫീസ് ബിൽഡിംഗ് ഈസ് ഡാഷ് ഓഫ് ദ പ്ലിന്ത് ഏരിയ. ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ കാർപ്പറ്റ് ഏരിയ നമ്മൾ പറയാ 60 to 75% ആണ് കേട്ടോ. 60 to 75% ആണ് നമ്മൾ പറയാറുള്ളത്. ഇതിനി ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ, ഇപ്പം നമ്മൾ പറയുന്ന കാർപ്പറ്റ് ഏരിയയുടെ വാല്യൂ 50 to 65% ഓഫ് പ്ലിന്ത് ഏരിയ ആയിട്ടാണ് പറയുക. 50 to 65% ഓഫ് പ്ലിന്ത് ഏരിയ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബിൽഡിംഗ് ബൈലോസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻ എ ബിൽഡിംഗ് ഹൈറ്റേഴ്സ് less than 10 meter the front open space with or for building with the front street. അതായത് നമ്മളൊരു 10 മീറ്റർ വരെ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ്, 10 മീറ്ററിൽ താഴെ ഹൈറ്റ് വരുന്ന ഒരു ബിൽഡിങ്ങിൽ നമ്മൾ എത്രയാണ് ഫ്രണ്ട് ഓപ്പൺ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ മിനിമം നമ്മൾ 3 മീറ്റർ ആണ് ഫ്രണ്ട് ഓപ്പൺ സ്പേസ് കൊടുക്കാറുള്ളത്. മിനിമം 3 മീറ്റർ ആണ് കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ബീയിങ് ഡിസ്മാൻഡിൽ. നമ്മളത് എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെ കാലാവധി കഴിഞ്ഞു, ബട്ട് നമ്മളത് എന്ത് ചെയ്തിട്ടില്ല, ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് മുമ്പുള്ള വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? സാൽവേജ് വാല്യൂ എന്ന് വിളിക്കാറുള്ളത് അല്ലേ, സാൽവേജ് വാല്യൂ. ഇനി നമ്മൾ യൂട്ടിലിറ്റി പീരീഡ് കഴിഞ്ഞ് നമ്മളത് കൊടുക്കുകയാണ്, കൊടുത്ത് വില മേടിക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് മാറും. മാർക്കറ്റ് വാല്യൂ എന്താ? അറ്റ് ദ പ്രസന്റ് ആ മാർക്കറ്റിൽ ആ വസ്തുവിന് എന്ത് വിലയുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? മാർക്കറ്റ് വാല്യൂ എന്ന് വിളിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ബുക്ക് വാല്യൂ എന്താ? നമ്മൾ ഒരു കാറ് വാങ്ങിച്ചു, ഞാനിപ്പോൾ ഒരു കാറ് വാങ്ങിച്ച് 1 വർഷം കഴിഞ്ഞ് ഞാൻ ആ കാറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിച്ച അതേ വില തന്നെ കിട്ടണം എന്നില്ല അല്ലേ, അതിലൊരു ഡിപ്രീസിയേഷൻ വരും. അപ്പം നമ്മുടെ ആക്ച്വലി നമ്മൾ ചെലവാക്കിയ പൈസയിൽ നിന്ന് ഒരു ഡിപ്രീസിയേഷൻ കഴിച്ചിട്ട് വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? ബുക്ക് വാല്യൂ ആയിട്ട് പറയാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പേഴ്സൺ ഹൂ ടേക്സ് ദ ലോൺ എടുക്കുന്ന ആളെ നമ്മൾ എന്താ പറയുക? ലോൺ എടുക്കുന്ന ആളാണ് മോർട്ട്ഗേജർ അല്ലേ. ലോൺ എടുക്കുന്ന ആളെ നമ്മൾ മോർട്ട്ഗേജർ എന്നാണ് പറയുക. ഓക്കെ, ദെൻ ആ ലോൺ എടുക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പേപ്പർ വർക്ക്സ് ഉണ്ടാവും അല്ലേ, ആ പേപ്പേഴ്സിൻ്റെയൊക്കെ ആ വർക്ക്സിനെ നമ്മൾ എന്താ പറയാന്നറിയോ? മോർട്ട്ഗേജ് ഡീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് ഇൻ MKS സിസ്റ്റം. ഈ MKS സിസ്റ്റത്തിലുള്ള മെഷർമെന്റ് യൂണിറ്റുകളുടെ ചോദ്യം പല തവണയായിട്ട് ഇപ്പം ചോദിച്ച് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് വരിക? ക്യൂബിക് മീറ്റർ ആണ്. ക്യൂബിക് മീറ്ററിലാണ് നമ്മൾ ബ്രിക്ക് വർക്കിനെ, റെയിൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്കിനെ എക്സ്പ്രസ് ചെയ്യുന്നത്.
ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. That is the cost under item of workers calculated from the quantities already computed at workable rate and total cost is worked out in a പ്രിസ്ക്രൈബ്ഡ് ഫോം. എല്ലാം ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിലാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് എസ്റ്റിമേറ്റിനെ നമ്മൾ എന്താ പറയും നമ്മൾ അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആണ്. വളരെ മൈന്യൂട്ട് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, അബ്സ്ട്രാക്റ്റ് എസ്റ്റിമേറ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഇഫ് ദ സ്ട്രീറ്റ് വിഡ്ത്ത് എബവ് 8 മീറ്റർ, ഇങ്ങനെ വേണം ശരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ. എബവ് 8 മീറ്റർ or equal to 12 meter, the height of the building should not be more than, എത്രയാവാൻ പാടില്ല. അതായത് നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ സ്ട്രീറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8 മീറ്റർ തൊട്ട് 12 മീറ്റർ വരെ ആകുന്ന സിറ്റുവേഷനുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 12 മീറ്റർ ആയിരിക്കണം. 12 മീറ്റർ ഹൈറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി ഗ്രേറ്റർ ദാൻ 12 മീറ്റർ ആണ് നമ്മുടെ സ്ട്രീറ്റിന്റെ വിഡ്ത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, 24 മീറ്റർ വിഡ്ത്ത് വരെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആദ്യത്തെ 50 ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക്